അതേസമയം മാധ്യമങ്ങളിലൂടെയാണ് മരണവാർത്ത അറിഞ്ഞതെന്ന് അരൂർ അപകടത്തിൽ മരിച്ച രാജേഷിന്റെ പിതാവ്. കുടുംബത്തിന്റെ ഏക വരുമാനമായിരുന്നു രാജേഷ്. വീടിന്റെ ലോൺ ഉൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും മുട്ടയെടുത്ത് തിരികെ വരുമ്പോഴായിരുന്നു അപകടമെന്നും പിതാവ് രാജപ്പൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ തെക്കയിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ അവർ TV വെച്ച് രാവിലെ വെച്ചിരുന്ന ഈ രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ മെട്രോയുടെ ഇത് വീണ് അപകടത്തിൽപ്പെട്ടു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ വണ്ടി പിക്കപ്പ് പോകാൻ, അത് നമുക്കറിയാം, പിക്കപ്പ് പോകാനല്ല മുട്ടയെടുക്കാൻ പോകുന്നത്. പിക്കപ്പ് പോകാനേൽ രാജേഷ് എന്ന് പറഞ്ഞ പയ്യന് ഓടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ തന്നെയെന്ന് ഞാൻ സ്വയം അങ്ങ് ചിന്തിച്ചു. അപ്പോൾ അതിൽ ഈ ഫോൺ എടുക്കാതെ വന്നപ്പോഴും എനിക്കറിയാം ഇപ്പോൾ ഇത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കത്തില്ല. അങ്ങനെ ആയിരിക്കും ഇത് സംഭവിച്ചതെന്ന് ഞാനത് ചിന്തിച്ചു. അത്താണികൾ ഞങ്ങൾ അവർ പോയി ഈ വീടും ഞങ്ങളും എല്ലാം അന്ധകാലത്തിലായിട്ട് 5-8 ലക്ഷം രൂപ വണ്ടിയുടെയും വീടിൻ്റെ എല്ലാം കൂടെ ലോണുണ്ട്. പിന്നെ മൂത്ത മോന് MSM കോളേജിൽ പഠിക്കുക, ഡിഗ്രിക്ക്. ഇളയാളിനാണെങ്കിൽ ജനനം മുതലേ ഷുഗറിൻ്റെ അസുഖമുണ്ട്. അതിന് ആഴ്ചയിൽ മാസത്തിലൊക്കെ 700-800 രൂപ പന്തളത്തൊരു ഒരു മരുന്ന് കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ഡോക്ടറെ അടുത്തും. അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യം അങ്ങനെ. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിബി, ഒട്ടനവധി പ്രാരാബ്ധമുള്ള ഒരു കുടുംബം, മാത്രമല്ല കുടുംബത്തിന്റെ ഏക അത്താണി പോയി കഴിഞ്ഞിരിക്കുന്നു. മരണവാർത്ത പോലും ആ കുടുംബത്തെ യഥാസമയം അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടനവധി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഏറ്റവും നിർണായകമായ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും, ഈ അപകടത്തിനെ തുടർന്നുണ്ടായ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ? അജി, തീർച്ചയായും ഈ മരിച്ച രാജേഷിൻ്റെ പിതാവ് രാജപ്പൻ, അദ്ദേഹമാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനമായിരുന്നു ഈ രാജേഷിൻ്റെ വരുമാനം. രാജേഷിന് 2 മക്കളാണുള്ളത്. 2 മക്കളും പഠിക്കുകയാണ്. അതിൽ മകളും മകനുമാണ്. അതിൽ മകൾ പ്രമേഹ രോഗിയാണ് ചെറുപ്പം മുതൽ തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും അതിനുവേണ്ടി തന്നെ വലിയ ഒരു പണം ആവശ്യമുണ്ട് മരുന്ന് വാങ്ങിക്കാൻ. അതുകൂടാതെ വീടിൻ്റെ ലോൺ ഉൾപ്പെടെ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് എല്ലാ ദിവസവും എല്ലാ ജോലിക്കും, ഇന്ന ജോലി എന്നല്ല, എല്ലാ ജോലിയും ചെയ്യുന്ന ഒരാൾ കൂടിയായിരുന്നു രാജേഷ് എന്നുള്ളതാണ് ഈ അച്ഛൻ പറയുന്നത്. എന്തായാലും ഒരു വളരെ ദാരുണമായ ഒരു സംഭവം. ഒരു വീടിൻ്റെ ഏക അത്താണിയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു വലിയ വിഷമത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. എന്തായാലും കുടുംബത്തിന് ഒരു വലിയ കൈസഹായം, ഒരു സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ഇവിടെ എത്തി ഈ വീട്ടുകാരെ, രാജേഷിൻ്റെ ഭാര്യയെയും അമ്മയെയും അച്ഛനെയും എല്ലാം തന്നെയും ആശ്വസിപ്പിക്കുകയാണ്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. അദ്ദേഹം ഇപ്പോൾ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ ഈ മുട്ട എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വണ്ടിയിൽ പോയത്. ഈ വണ്ടിയിൽ സ്ഥിരമായി പോകുന്ന ഒരാളല്ല, അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളാണ്. കൂടാതെ മറ്റുള്ള എല്ലാ ജോലിക്കും പോകുമായിരുന്നു. ഇതിപ്പോൾ ഒരു നേരമായി തമിഴ്നാട് വരുമായിരുന്നു. അതിനുശേഷം ഒരു 5-6 മാസത്തിന് ശേഷമാണ് വീണ്ടും ഇതേ ജോലിക്ക് വേണ്ടി പൈസ ആവശ്യമുള്ളതുകൊണ്ട് ഇയാൾ പോയത്. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വിളിക്കുന്നുണ്ടായിരുന്നു, ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്കമാലി മായി സംസാരിച്ചു. പിന്നീട് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം മാധ്യമങ്ങളിലൂടെയാണ് ഈ മരണവാർത്ത അറിഞ്ഞതെന്നുള്ളതാണ്. എന്തായാലും ഈ കുടുംബത്തിന് ഇനി വേണ്ടത് ഒരു സാമ്പത്തികമായ ഒരു കൈത്താങ്ങ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കമ്പനി അധികൃതർ, ഇവർ പറയുന്നത്, ഇവരുടെ സുഹൃത്തുക്കളടക്കം ഈ കുടുംബം ഉൾപ്പെടെ പറയുന്നത് ഈ ഷോക കമ്പനി നിർമ്മാണ കമ്പനി കൃത്യമായി പണം നൽകുന്നത് സംബന്ധിച്ച് ഒരു നഷ്ടപരിഹാരം സംബന്ധിച്ച് കൃത്യമായ തീരുമാനം അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും അതിലൊരു തീരുമാനം ഉണ്ടാകുകയും സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക സഹായവും, അല്ലെങ്കിൽ മൂത്ത കുട്ടി, അച്ഛൻ പറയുന്നത് മൂത്ത കുട്ടി ഇപ്പോൾ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഇരിക്കുകയാണ്. ആ മൂത്ത മകനെ ജോലി ഉൾപ്പെടെ നൽകണമെന്നൊരു ആവശ്യം ഈ അച്ഛനുൾപ്പെടെ ഈ അച്ഛനുൾപ്പെടെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ രാജേഷ് നഷ്ടപ്പെടുമ്പോൾ ആ കുടുംബത്തിന് ഒരു സഹായമായി സംസ്ഥാന സർക്കാരും ഈ കമ്പനി അധികൃതരും ഇടപെട്ടുകൊണ്ട് വേണ്ടത്ര സാമ്പത്തിക സഹായവും ജോലി ഉൾപ്പെടെ നൽകണമെന്ന ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട്
മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജേഷിൻ്റെ അനിയനാണ് അവിടെ ഉള്ളത്, അതുകൂടാതെ സുഹൃത്തുക്കളുമുണ്ട്. ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നൊരു നിലപാട് ഈ കുടുംബാംഗങ്ങൾ തന്നെ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ രാജേഷിൻ്റെ സുഹൃത്തുക്കളടക്കം ഈ കുടുംബത്തിന് ഒരു സഹായം നൽകാതെ, ആ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകുന്ന രീതിയിലൊരു സഹായം നൽകാതെ ഈ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിൽ ഈ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്, സുഹൃത്തുക്കളും ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ നാട് ഒന്നാകെ ഈ ഒരു മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ഇവിടെ ഹരിപ്പാടുള്ള ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ വേദനാജനകമായൊരു കാഴ്ചയാണ്. രാവിലെ ജോലിക്ക് കഴിഞ്ഞ ദിവസം പോയ ഈ ഇത്തരത്തിൽ രാജേഷിൻ്റെ വിയോഗ വാർത്ത മാധ്യമങ്ങളോട് അറിയുകയും പിന്നീട് ഈ വീടിൻ്റെ ഏക അത്താണിയായിരുന്ന രാജേഷിൻ്റെ മൃതദേഹം ആ മൃതദേഹം കാത്തുകൊണ്ട് ഒരു വീട്ടിലെ മക്കളും അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും ഭാര്യയും ഉൾപ്പെടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ് ഈ രാജേഷിൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വീടിൻ്റെ ഏക അത്താണിയായിരുന്നു ഈ മരിച്ച രാജേഷിൻ്റെ മകനെ രമേശ് ചെന്നിത്തല കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വീടിനകത്ത് അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ രാജേഷിൻ്റെ മകൾ ഉൾപ്പെടെ ആ വീടിനകത്തുണ്ട്. ഇവരെല്ലാം തന്നെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ നാട്ടുകാരും ബന്ധുക്കളുമുള്ളത്. എന്തായാലും ഈ നാട് ഒന്നാകെ ഈ വീട്ടിലേക്ക് ഈ മരണവാർത്തയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. എല്ലാവരും ആശ്വാസവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നമ്മളോട് പ്രതികരിക്കും. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൂടിയാണ് ഈ ഹരിപ്പാട് ഉള്ള പള്ളിപ്പാട് എന്ന പ്രദേശം. ഈ പ്രദേശത്താണ് ഈ പള്ളിപ്പാട്ടെ രാജേഷിന്റെ വീട്ടിലേക്ക് ആ നാട് ഒന്നാകെ ഒഴുകിയെത്തുകയാണ്. അപ്രതീക്ഷിതമായ ഉണ്ടായ ഒരു വിയോഗം, ഒരു അപകടം ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തുകയാണ്. ഹരിപ്പാട് MLA കൂടിയായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം വീട്ടിലെത്തുകയും രാജേഷിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. CB ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.